നിലയ്ക്കാത്ത ആരവം നിറഞ്ഞ ആഘോഷം. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയിലെ ഉത്സവ ദിനങ്ങൾ ഇനി കൊട്ടിക്കലാശത്തിലേക്ക്. കൈനിറയെ വാങ്ങാനും മനമാകെ ആസ്വദിക്കാനും ഇനി ഒരു നാൾ മാത്രം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന വൃത്തിയുടെ വിജയം വിജയാഘോഷ പരിപാടിയായിരുന്നു സരസ് മേളയിലെ 8ാം ദിനത്തിലെ മുഖ്യ ആകർഷണം. പ്രാദേശിക സർക്കാരുകളിലെ അധികാരത്തിലെ സ്ഥാപനങ്ങളിലെത്തിയ കേരളത്തിന്റെ ശുദ്ധസേനയായ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഉറച്ച വാക്കുകൾ ഉയർന്ന വേദി നാളെയുടെ പ്രതീക്ഷകൾ കൂടിയായി. വേദി 2 അമ്മു സ്വാമിനാഥനിൽ കുടുംബശ്രീ കലാകാരികൾ വൈവിധ്യങ്ങളുടെ കലാവിസ്മയം ഒരുക്കി. കരിമ്പുഴ, കോട്ടായി, ചാവക്കാട്, മുതുമല, പട്ടാമ്പി തുടങ്ങി 10ഓളം സീരീസുകളിൽ നിന്നുള്ള 100ഓളം കുടുംബശ്രീ അംഗങ്ങളാണ് വേദിയിൽ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിച്ച മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ എന്ന നാടകം നവ്യാനുഭവമായി. പ്രശസ്ത നാടകകൃത്ത് തുപ്പേടൻ എന്ന എം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കൃതിയെ ആസ്പദമാക്കി തയ്യാറാക്കിയ നാടകം സമകാലിക കേരളം നേരിടുന്ന തൊഴിലില്ലായ്മ എന്ന ഗൗരവകരമായ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. മേളയുടെ വിപണന സ്റ്റാളുകളും ഫുഡ് കോർട്ടും എല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത പ്രതീതിയാണ്. ചാലിശ്ശേരി മാത്രമല്ല, മേളയിൽ വന്നവരെല്ലാം ആഘോഷനിമിപ്പിലാണ്. പ്രധാന വേദിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ആദരസന്ധ്യയും സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും വേദിയായി മാറി. വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയാണ് ആദരിച്ചത്. കല, സാഹിത്യം, കാർഷികം, ക്ഷീരവികസനം, സംരംഭകത്വം എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രദേശത്തെ പ്രമുഖരെ മന്ത്രി എം പി രാജേഷ്, കെ ബാബു MLA എന്നിവർ ചേർന്ന് സംയുക്തമായി ആദരിച്ചു. വൈകിട്ട് 7 നിറഞ്ഞ സദസ്സിന് മുന്നിൽ സൂരജ് സന്തോഷ് അവതരിപ്പിച്ച ലൈവ് ഷോ കാണികളിലെ മനം നിറച്ചു. യുവത്വത്തിന്റെ ആഘോഷമായി മാറിയ സംഗീത നിശയിൽ ആടിയും പാടിയും ആസ്വാദകരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഗായകന് കഴിഞ്ഞു. ആരവോടെ ആർപ്പുളിയോടെയുമാണ് 8ാം ദിനം സമാപിച്ചത്. ഓരോ ദിനവും 10,000ങ്ങൾ മേള സന്ദർശിക്കാൻ എത്തുമ്പോഴും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് സംഘാടനത്തിന്റെ മികവായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്.